ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയപ്പോൾ ഉടനെ കുറച്ച് ഞാൻ എടുത്തങ്ങ് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് മാറ്റി വെച്ചത്. കുറേ കാലമായി ഇവിടെ ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഈ ബീഫൊക്കെ കഴുകി ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. ഇവിടെ എന്ത് ഇറച്ചി കിട്ടിയാലും ഒരു 15 മിനിറ്റ് നേരം ഞാൻ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെക്കും, എന്നിട്ടേ ഞാൻ വൃത്തിയാക്കി എടുക്കത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഇറച്ചി എടുത്തു, കുക്കറിലിട്ടു. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, ഇവ ഇത്രയുമാണ് നമുക്ക് സ്റ്റൂ കറിക്ക് വേണ്ടുന്ന പച്ചക്കറി ഐറ്റംസ്. അതിനുശേഷം അതിന് വേണ്ടുന്ന മസാല ഐറ്റംസ് എടുത്തത്: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല. ഇവ ആവശ്യാനുസരണം നമുക്ക് എത്ര വേണോ അത്രയും അനുസരിച്ചെടുത്ത് എണ്ണയ്ക്കകത്ത് ഞാൻ ചൂടാക്കിയിട്ട് ഇട്ടതിന് ശേഷം ഉപ്പും ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കറി കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. അപ്പം കറി നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളം പോലെ ഇരിക്കത്തുള്ളൂ. തിക്കായിട്ടിരിക്കുന്ന കറിയല്ലേ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അതും ഞാൻ ചേർത്ത് പിന്നെ കുക്കർ അടച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടല്ലോ, അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അല്ലാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിച്ചേക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ സോഡാപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് കലക്കി വെച്ചു. ഒരു 10-15 മിനിറ്റ് നേരം അത് നന്നായിട്ട് കലക്കി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേന് നമ്മുടെ കറി ഇവിടെ കുക്കറിൽ റെഡിയായി. കുക്കറിൽ നിന്ന് ഞാൻ പിന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആപ്പിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അമ്മ എനിക്ക് എന്നും ഉണ്ടാക്കി തന്ന എന്ന് സന്തോഷമെന്ന് പറഞ്ഞ് ആപ്പിയിരിക്കുന്നത്. അങ്ങനെ അപ്പമൊക്കെ കോരി ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റൂ കറിയും അപ്പവും ഇവിടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, അപ്പോൾ നല്ലൊരു ഗ്രേ കളറിലൊക്കെ നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കളർ വരുന്നത്. അങ്ങനെ ആപ്പിയെ കൊണ്ട് തന്നെ ആദ്യം ഞാൻ കഴിപ്പിച്ച് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, ആപ്പിക്ക് അങ്ങനെ കുടിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊരു കോഫിയും കൂടെ. അങ്ങനെ ആപ്പി കഴിച്ചിട്ട് പറഞ്ഞ്